കേരളത്തിലെ സഹകരണ ബാങ്കുകൾ, പ്രത്യേകിച്ച് CPM ഭരിക്കുന്ന സഹകരണ ബാങ്കുകൾ തട്ടിപ്പു കേന്ദ്രങ്ങളായി കൊള്ളക്കാർ അരങ്ങുവാഴുമ്പോൾ വ്യത്യസ്തമായ മനുഷ്യസ്നേഹവുമായി ഒരു സഹകരണ ബാങ്ക് മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക്. അർജുൻ എന്ന നമ്മുടെ ഒരു സഹോദരനെ കർണാടകയിലെ പ്രകൃതി ദുരന്തത്തിൽ കാണാതായപ്പോൾ വലിയ വായിൽ വീമ്പിളക്കിയവരുണ്ട്. കർണാടകയെയും കേന്ദ്ര സൈന്യത്തെ വരെ കുറ്റം പറഞ്ഞവരുണ്ട്. കുറേ ചാനൽ ജീവികൾക്കൊപ്പം വേഷം കെട്ടിയ നാടക നടന്മാരുണ്ട് കേരളത്തിലെ പാർട്ടികൾക്കിടയിൽ. കേരളം ഭരിക്കുന്ന CPM-ഉം ഇടതുപക്ഷവുമായിരുന്നു അതിന് മുന്നിൽ നിന്നത്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കർണാടകയിൽ അർജുനെ കിട്ടിയതുമില്ല. അവിടെ സംഭവിച്ചതിനേക്കാളും 100 ഇരട്ടി നഷ്ടത്തോടെ നമ്മുടെ വയനാട്ടിലും ദുരന്തം സംഭവിച്ചിരിക്കുന്നു. അർജുന് വേണ്ടിയോ മുതലക്കണ്ണീർ ഒഴുക്കിയവരെയും പച്ചക്കള്ളം പടച്ചുവിട്ടവരെയും മഷിയിട്ട് നോക്കിയാൽ പോലും ഇപ്പോൾ കാണാത്ത സമയത്താണ് വലിയ പകരം വെക്കാനില്ലാത്തൊരു സഹായവുമായി ഒരു സഹകരണ ബാങ്ക് രംഗത്ത് വന്നിരിക്കുന്നത്. കാലിക്കറ്റ് സിറ്റി സഹകരണ ബാങ്ക് അവരുടെ കാരുണ്യത്തിൻ്റെ കരം നീട്ടിയപ്പോൾ അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലി ലഭിച്ചിരിക്കുന്നു. കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശിയായ അർജുൻ്റെ ഭാര്യയ്ക്ക് ജോലി നൽകുമെന്നും, അതുപോലെ മുണ്ടക്കൈ ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ ഭവനരഹിതരായ 11 കുടുംബങ്ങൾക്ക് സൗജന്യമായി വീട് വെച്ച് നൽകുമെന്നും കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഭാരവാഹികൾ അറിയിച്ചതാണ് ഇക്കാര്യം. ഷിരൂരിലെ മണ്ണിടച്ചിലിൽ അർജുനെ കാണാതായതിനെ തുടർന്ന് ഒരു കുടുംബം അനാഥമായിരിക്കുകയാണ്. എന്നാൽ ബാങ്ക് അവരെ സംരക്ഷിക്കുന്നതിൽ മുന്നിൽ നിൽക്കുകയാണ്. അർജുൻ്റെ ഭാര്യ വിദ്യാസമ്പന്നയാണ്. ഈ സാഹചര്യത്തിലാണ് ജോലി കൊടുക്കാൻ സിറ്റി ബാങ്ക് തീരുമാനമെടുത്തത്. ഇക്കാര്യത്തിൽ സഹകരണ നിയമവ്യവസ്ഥകളിൽ സർക്കാർ പ്രത്യേകമായി ഇളവ് നൽകുകയാണെങ്കിൽ ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ അർജുൻ്റെ ഭാര്യയ്ക്ക് നിയമനം നൽകാനാവുമെന്നാണ് ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ വയനാട്ടിലെ ദുരന്തം നടന്നയിടത്ത് ഗ്രാമപഞ്ചായത്ത് നിർദ്ദേശിക്കുന്ന 11 കുടുംബങ്ങൾക്കാണ് സിറ്റി ബാങ്ക് വീട് വെച്ച് നൽകുന്നത്. ഭവനരഹിതരായവരുടെ പുനരധിവാസത്തിനായി സർക്കാരോ സ്വകാര്യ സ്ഥാപനങ്ങളോ വ്യക്തികളോ സൗജന്യമായി സ്ഥലം നൽകുന്ന കുടുംബങ്ങളെയാണ് ഇതിന് തിരഞ്ഞെടുക്കുക. നമുക്കറിയാം, ബോബി ചെമ്മണ്ണൂരിനെ പോലെയുള്ളവർ 100 പേർക്ക് വീട് വെക്കാനുള്ള സ്ഥലം നൽകുമെന്ന് അറിയിച്ചിട്ടുള്ളൊരു സാഹചര്യത്തിൽ ഈ ബാങ്കിൻ്റെ തീരുമാനം വലിയ ആശ്വാസമാവുകയാണ്. സർക്കാരിൻ്റെ അനുമതി പ്രകാരം തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നു. ഓരോ വീടിനും 5 ലക്ഷം രൂപ വീതം ബാങ്ക് ചെലവഴിക്കും. ചാത്തമംഗലത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുമായി ചേർന്നാണ് ഈ വീടുകളുടെ നിർമ്മാണമെല്ലാം പൂർത്തിയാക്കുക. 120 ദിവസത്തിനകം പണി പൂർത്തിയാക്കി വീടുകൾ കൈമാറുകയാണ്. സർക്കാരിൻ്റെ ഏതെങ്കിലും സഹായ പദ്ധതിയുടെ ഭാഗമായി ഈ ദൗത്യം ഏറ്റെടുക്കാനും ബാങ്ക് തയ്യാറാണെന്നും ഈ ബാങ്കിൻ്റെയും സഹസ്ഥാപനമായ MVR ക്യാൻസർ സെന്ററിൻ്റെയും അമരക്കാരൻ വിജയകൃഷ്ണനും സംഘവുമാണ് ഇത് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും CPM-ന് സഹകരണ ബാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ കരുവന്നൂറാണ്. പാവങ്ങളുടെ പണം വാങ്ങുക, അത് തട്ടിപ്പറിച്ച് കൊണ്ടുപോകുക. എന്നാൽ അതല്ല, ഇങ്ങനെയാവണം സഹകരണ ബാങ്ക് എന്ന് കാട്ടിത്തന്നിരിക്കുകയാണ് കാലിക്കറ്റ് സിറ്റി സഹകരണ ബാങ്ക്.